കണ്ണൂരിലെ CPM ശക്തി കേന്ദ്രത്തിൽ വീണ്ടും സ്റ്റീൽ ബോംബ് പൊട്ടിയ അപകടം. കണ്ണൂർ പൊയിലൂരിലെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നതിനിടയിൽ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. JCB ഓപ്പറേറ്റർക്കും മണ്ണ് കൊണ്ടുപോകാനെത്തിയ ടിപ്പർ ലോറി ഡ്രൈവർക്കും പരിക്കുപറ്റി. മിഥുൻ പിള്ള ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ഈ കണ്ണൂരിൽ CPM ശക്തി കേന്ദ്രത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നു എന്നുള്ളത് നേരത്തെ മുതൽക്ക് തന്നെ ഉയരുന്ന ആരോപണമാണ്. ഇത് പലപ്പോഴും രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് വേണ്ടി ഇവർ കരുതുന്നതാണ്. പലതും അബദ്ധത്തിൽ പൊട്ടുമ്പോഴാണ് വാർത്തയാകുന്നത്. പലതും പല കേന്ദ്രങ്ങളിലും സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലൊരു സ്റ്റീൽ ബോംബ് പൊട്ടി 2 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. എന്തായിരുന്നു സംഭവിച്ചത് അവിടെ? മിഥുൻ പിള്ളയിലേക്ക് എത്താം. കണ്ണൂരിലെ CPM ശക്തി കേന്ദ്രത്തിൽ വീണ്ടും സ്റ്റീൽ ബോംബ് പൊട്ടി അപകടമുണ്ടായിരിക്കുന്നു. കണ്ണൂർ പൊയിലൂരിലെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നതിനിടെയാണ് സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ചത്. JCB ഓപ്പറേറ്റർക്കും മണ്ണ് കൊണ്ടുപോകാനെത്തിയ ടിപ്പർ ലോറി ഡ്രൈവർക്കും പരിക്കു പറ്റിയിട്ടുണ്ട്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, പറയൂ, എന്തായിരുന്നു സംഭവം? രോഹിണി, ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം നടന്നത്. അവിടെ സെൻട്രൽ പൊയിലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വീട്ടിക്കൽ സലീം എന്ന ആളുടെ വീട്ടു പരിസരത്ത് JCB ഉപയോഗിച്ച് പണി നടക്കുന്നതിനാണ് ഈ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ചത്. സലാമിന്റെ വീട് ഏതാണ്ട് 10 വർഷത്തോളമായി അടഞ്ഞു കിടക്കുകയായിരുന്നു. അവിടെ അറ്റകുറ്റപ്പണി നടത്തി താമസിക്കാൻ ആവശ്യമായൊരു സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ JCBയും മറ്റും കൊണ്ടുവന്നത്. JCB കൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെയാണ് പെട്ടെന്ന് ഈ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ചത്. അവിടെ ഈ നീക്കം ചെയ്യുന്ന മണ്ണ് കൊണ്ടുപോകാനെത്തിയ ലോറിയുടെ ഡ്രൈവറായ ഷമിത് ലാലിനാണ് പരിക്കേറ്റത്. ഈ സ്റ്റീൽ ബോംബിന്റെ ചീള് വയറിന് തറച്ചു കയറുകയായിരുന്നു. അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹത്തെ വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ JCBയുടെ ഡ്രൈവറായ വ്യക്തിക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. CPMന്റെ ഒരു ശക്തി കേന്ദ്രമാണ് ഈ പ്രദേശം. ആൾതാമസമില്ലാത്ത വീടാണെന്ന് കണ്ട് ഇവിടെ ബോംബ് കൊണ്ട് സൂക്ഷിച്ചു വെച്ചതാണ് എന്നാണ് സൂചന. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് കൊളവല്ലൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.